2024-25 സാമ്പത്തിക വർഷം ബജറ്റ് അവതരിപ്പിച്ച കേരള സർവകലാശാല 836.48 കോടി രൂപയുടെ വരവും ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. വിവിധ മേഖലകളിൽ ഗവേഷണ പഠനാന്വേഷണങ്ങൾ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യവും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള സർവകലാശാല ഫിനാൻസ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആരോഗ്യം, കാർഷികം, വ്യവസായം, വാണിജ്യം, ശാസ്ത്രസാങ്കേതികം, സാമൂഹികം, സാഹിത്യം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഗവേഷണ പഠനാന്വേഷണങ്ങളെ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലുള്ളതാണ് ബജറ്റ്. അറിവിൻ്റെയും ജിജ്ഞാസയുടെയും മഹായാത്ര തുടരുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് കേരള സർവകലാശാലയുടെ പുതിയ ബഡ്ജറ്റ് ഇന്ന് സെനറ്റിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകരിച്ചിട്ടുള്ളത്. ഏകദേശം 836.48 കോടി രൂപയുടെ വരവും അത്ര തന്നെ ചെലവും പ്രതീക്ഷിക്കുന്ന ഒരു സന്തുലിത ബഡ്ജറ്റാണ് ഇന്ന് സഭ പാസാക്കിയിട്ടുള്ളത്. കാര്യവട്ടം ക്യാമ്പസിനെ രാജ്യത്തെ പ്രമുഖ വൈജ്ഞാനിക കേന്ദ്രവും അക്കാദമിക വിനോദസഞ്ചാര കേന്ദ്രവുമായി മാറ്റുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. പ്രകൃതി രമണീയമായ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവം പകരും. പദ്ധതിക്കായി 40 ലക്ഷം രൂപ വകയിരുത്തി. സ്ഥാപനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടും ഇതര സാമ്പത്തിക സംഭാവനകളും സ്വീകരിച്ച KU റിസർച്ച് ഫണ്ട് രൂപീകരിക്കും. ബഹിരാകാശ ഗവേഷണ പഠനത്തിന് ഫിസിക്സ് വിഭാഗവുമായി ചേർന്ന് സംവിധാനമൊരുക്കും. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സൂപ്പർ കപ്പാസിറ്ററുകൾ വികസിപ്പിക്കും. ക്യാമ്പസിൽ ചാർജിംഗ് സെന്റർ സ്ഥാപിക്കും. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന പ്രൊഫസർ M. കുഞ്ഞാമന്റെ സ്മരണാർത്ഥം പ്രൊഫസർ M. കുഞ്ഞാമൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപിക്കും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ തീരദേശ മണ്ണൊലിപ്പിനെക്കുറിച്ച് പഠനം നടത്തും. വിമൻസ് സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ 3 പഠന ഗവേഷണ വകുപ്പുകൾ പുതുതായി ആരംഭിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.